ആഫ്രിക്കയിലെ ഒരു ഓർഫനേജിലേക്ക് സാധനങ്ങളെല്ലാം കയറ്റി അയക്കുന്ന മിഷൻ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന അമേരിക്കയിലെ സഭകളുണ്ട്. ആഫ്രിക്കയിൽ അവിടെ ഒരു കൊച്ചിന് വേണ്ടിയത് ഒരു പാവയാണ്, അവനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ നയിക്കുന്ന തുണികളൊക്കെയാണ്, ഉടുപ്പും തുണിയൊക്കെയാണ്. ഇവന്റെ മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാവരുടെയും കിട്ടി. ഏറ്റവും അടിയിൽ നോക്കിയപ്പോൾ ഏറ്റവും അടിയിൽ ഈ പാവ കിടപ്പുണ്ട്. അപ്പം എത്ര നാളും മറുപടി കൊടുത്തു. ഇവൻ പ്രാർത്ഥിക്കുന്ന ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മനസ്സിൽ ഇത് കൊടുത്തിട്ടല്ലേ ഇതിന്റെ അടിയിൽ ഇട്ടിരുന്നത്. തീർച്ചയായിട്ടും അറിയാൻ വായിച്ചു. ദൈവം മുന്നമേ കാണുക, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അറിയുക. നമ്മുടെ പ്രാർത്ഥന പിന്നാലെയാ ദൈവത്തിന്റെ കരുതൽ. ഒരുപാട് അനുഭവം എനിക്ക് അതുപോലെയുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആകെ സ്കോളർഷിപ്പേ ഉള്ളല്ലോ. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിന് മാത്രമായി സ്കോളർഷിപ്പ്, ബാക്കി മുഴുവൻ അവർ ഫ്രീ ആണല്ലോ. അവരുടെ റൂമും അവരുടെ ട്യൂഷനും എല്ലാം ഫ്രീ ആണ്. അതെ. ഒടുവിൽ ഒരു ദിവസം $10 മാത്രം ശേഷിച്ചു, ബാക്കി മുഴുവൻ ചിലവായി കഴിഞ്ഞത് പോക്കറ്റ് കിടപ്പുണ്ട്. അന്ന് പ്രസംഗിക്കാൻ വന്നത് സൗത്ത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറിയാണ്. അവരുടെ മിഷൻ സ്ഥാപനം മലയുടെ മുകളിലാണ്, വെള്ളമില്ല, വെള്ളം വെക്കണം, പമ്പ് വേണം. നദിയുണ്ട് തൊട്ടടുത്ത്, അതിൽ നിന്ന് വെള്ളം അതിനുവേണ്ടി പിരിവെടുക്കുക. എൻ്റെ മനസ്സിൽ തോന്നി ഇപ്പോൾ ഈ $10 കൊടുത്തേക്കാം. ഭയങ്കരമായിട്ട് അങ്ങ് പേരണയായി. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഒന്നുമില്ലാത്തവനായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരുമല്ലോ, സഹായമില്ലത്. അയാളിങ്ങനെ കൈ കൊടുത്ത് വന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഇത് കൊടുത്തു. ഭയങ്കര ഫ്രീഡം മനസ്സിലന്നേരം കൊടുത്തു കഴിഞ്ഞു. നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഫ്രീഡം മനസ്സിലായി. എല്ലാം തീർന്നു. ഇരിക്കുന്നിടത്തോളം ഇത് കുറഞ്ഞു പോകുമോ ഇനി എന്തോ. അതെ. അപ്പൊ ആ സ്വഭാവ ഇപ്പോഴുള്ളതല്ല, അന്നേ ഉള്ളതല്ലേ? അതെ, എടുത്തു കൊടുത്തു. ഞങ്ങളൊന്നിച്ച് ഒത്തിരി നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം. അച്ഛൻ്റെ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ അത് തീർത്തില്ല, ഒരു സമാധാനം ഇല്ല, സ്വസ്ഥതയില്ല. അയാളത് മേടിച്ചിട്ട് അവരത് മേടിച്ചു, അവരത് പോയി. അവർക്കതൊരു ചെറിയ കാര്യമില്ല. നമുക്ക് വലിയ കാര്യം. നമ്മുടെ ജീവിതത്തിൽ പിന്നെ 2 ആഴ്ചയൂടെ ജീവിക്കണം, ഒരു പൈസ പോലും ഇല്ലാതെ. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ പ്രാർത്ഥിക്കുന്ന കുറച്ച് പേര് വന്നു. ഈ ലൈമനാണ്, ഈ ഇതിൻ്റെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അവർ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കും. 2, 4, 5 പേര് കാണും, പ്രായമുള്ളവരാകെ. ഞാനവിടെ താമസിക്കുന്ന ചർച്ചിലാണ്. ചർച്ച് തുറന്ന് അതിനകത്ത് കയറി വേണം പോകാൻ. നന്ന പേര് പ്രാർത്ഥിക്കുന്നതോട് ഞാനും കയറി അവരുടെ കൂടെ ഒന്നങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈ എൻ്റെ പോക്കറ്റിൽ വന്നു. എനിക്കറിയാം, ഒരു കൈ ഇങ്ങനെ പോക്കറ്റ് വന്നു. അപ്പം ഞാൻ നോക്കാൻ പോയില്ല, കാരണം അവർ കൈയിട്ടാൽ എടുക്കാനൊന്നുമില്ല, പോകാനുമില്ല. അതിനല്ല അവർ തരാനായിരിക്കും എപ്പോഴും കൈ. അന്നേരം ഞാൻ എടുത്ത് നോക്കിയില്ല, എത്രയാണെന്ന് പോലും ചിന്തിച്ചില്ല. മുറി ചെന്ന് നോക്കിയപ്പോൾ $50. $50. ഞാൻ കൊടുത്ത 10, 50. പിറ്റേ ഞായറാഴ്ച അവിടെ അടുത്തൊരു സഭയിൽ സഭായത്തിന് ചെന്നു. അവിടെ ഒരുത്തൻ $50 തന്നു. ഒരാഴ്ച കൊണ്ട് $100 കൈ കിട്ടി. നമ്മൾ കൊടുത്തു $10. ഓ, ഇതുകൊണ്ടാണ് ഈ ഇപ്പോഴും ഈ വേദികളിലൊക്കെ ഓഫറിങ്ങിന് അച്ഛൻ അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ ഇത്ര ആവേശകരമായിട്ട് 10 ഇരട്ടി 100 ഇരട്ടിയൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നത്. ഒരു പക്ഷേ ഈ സ്വന്തം അനുഭവം കൂടെ നമുക്ക് ഒരനുഭവമില്ല, ഇതുപോലുള്ള ഒത്തിരി അനുഭവമുണ്ട്. ഞാനിങ്ങോട്ട് പോരുമെന്ന് പറയുന്നത് ഡേറ്റും തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു ട്രാവൽ ചെയ്യാനുണ്ട് ആ ചർച്ചിൽ. ഇങ്ങനെ ടിക്കറ്റ് എടുത്തു വന്നു, പൈസ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, പൈസ ഇല്ല, നിങ്ങൾ തരുന്നങ്ങനെ. അത് ദൈവം തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അയാൾ പറഞ്ഞു. ചെറുപ്പക്കാരനാണ്, പൈസ ഇല്ല, എങ്ങനെ കൊടുക്കും? അന്ന് $500 വേണം. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ അവൻ്റെ സഭയിൽ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. അവിടെ പ്രസംഗിച്ച് ഒരു ആത്മീയ ഉണർവൊക്കെ ഉണ്ടായി. വലിയ സന്തോഷമായി അവർക്ക്. അവൻ്റെ അമ്മ അവിടെ ഇവരവിടെ പശുവിനെ വളർത്തുക, ഇങ്ങനെ കെട്ടടിച്ച് വിട്ട് പശുക്കളെ വളർത്തുന്ന ഒരു ഫാമിലിയാണ്, നോർവീജിയൻസാണ്. ഞാൻ പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഇവൻ അവിടെ വന്നു. എൻ്റെ അമ്മ തന്നതാണ്, ഇതുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് ഒരു കവർ തന്നു. $500 കറക്റ്റ്. ടിക്കറ്റിനുള്ള അത്രയും എമൗണ്ട് കറക്റ്റ് $500. അവിടെ ടിക്കറ്റ് ഞാനെടുത്തു. ന്യൂയോർക്കിൽ ചെന്ന് അതിൻ്റെ ബുക്കിംഗ് എല്ലാം ശരിയാക്കിയപ്പോൾ $200 അയാൾ കൂടുതലാണ് മേടിച്ചേക്കുന്നത് ട്രാവൽ ഏജൻറ്റ്. അത് തിരിച്ചു തന്നവർ. പോകുന്ന വഴിക്ക് ഉപയോഗിക്കാനും കാശായി. അപ്പോൾ ശരിക്കും
ആകെ $200 കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്ന സുവിശേഷ പ്രവർത്തനത്തിന്. അപ്പോൾ അതാണ് നമ്മുടെ വിത്ത് അല്ലേ? ഞാൻ ഓരോരുത്തർ പോരാൻ നേരത്ത് തന്ന പൈസയൊക്കെ ഉണ്ട്. $10, $5. കുട്ടികളല്ലേ, പഠിക്കുന്ന കുട്ടികളുടെ കാശ് കാണത്തില്ല, വലിയ എമൗണ്ടുകൾ ആരും കൊടുക്കത്തുമില്ല, തരത്തില്ല. പക്ഷെ അവർ യാത്രയപ്പൊക്കെ തന്നു, എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി തന്നു, പൈസ ആയിട്ട് തന്നിട്ടില്ല. മലയാളി ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, പഴയ ആളാണ്. ഞാൻ ചെല്ലുന്നതിനൊക്കെ എത്രയോ കൊല്ലം മുമ്പ് എന്നയാളും അയാൾ സാമ്പത്തിക സൗകര്യമുള്ള ആളാണ്. മലയാളികളുടെ ഒരു ഗ്രൂപ്പുണ്ട്, 10-12 പേരുണ്ട്. ആ ഗ്രൂപ്പിൽ നടത്തിയപ്പം പുള്ളി എഴുന്നേറ്റ് പറഞ്ഞു, KC ജോൺ പോവുകയാണ്, $1 പോലും ഞാൻ കൊടുക്കത്തില്ല. കാരണം ഇദ്ദേഹം 1 വർഷത്തിനകം തിരിച്ചിവിടെ വരും. ഇങ്ങനെ പോയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. ഇവിടെ വെച്ച് അവർക്ക് വലിയ സ്വപ്നമൊക്കെയാണ്, ഇന്ത്യയിൽ ചെന്ന് വലിയ വർക്ക് ചെയ്യുമെന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പറയും നടക്കത്തില്ലെന്നറിയും. പിന്നെ നമുക്ക് ആർക്കെങ്കിലും കത്തെഴുതും തിരിച്ചെന്നെ കൊണ്ടുപോകണമെന്ന്. അന്ന് ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കും തിരിച്ചു വരാൻ. ഏതായാലും ആ പുള്ളിക്ക് സഹായിക്കേണ്ടി വന്നില്ല. ഇതിവിടെ പേര് വരുന്ന മോശമല്ലേ? ടൈറ്റസ്, നമ്മുടെ ഡാളസിൽ പാസ്റ്ററായിരുന്ന ഡാളസ് പാസ്റ്റർ അല്ല, അവിടെ ബൈബിൾ ബൈബിൾ കോളേജ് വിശാഖപട്ടണം ബൈബിൾ കോളേജിന്റെ ആളാ PJ ടൈറ്റസ്. ടൈറ്റസാ. PJ ടൈറ്റസ് പിന്നെ എന്നെ കാണുന്നത് ഇവിടെ മീറ്റിങ്ങിനോ. പുള്ളി തന്നെ പറഞ്ഞു, പുള്ളിയുടെ കൂടുതലുള്ളവരോട് പറഞ്ഞു, ഞാനന്ന് ഒത്തിരി തെറ്റിദ്ധരിച്ച അദ്ദേഹത്തിന് യാത്രയായി പോലും കൊടുത്തില്ല, തിരിച്ചു വരുമെന്നാണ് ധരിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ആൾ ഞാനല്ലേ? അതെ, ചെയർമാനാണ്. അതെ, പുള്ളിക്ക് അത്ഭുതമായിരുന്നു. ഒരു പക്ഷേ അച്ഛനോടുള്ള കൺസേൺ കൊണ്ടായിരിക്കും ഇന്ത്യയിലോട്ട് പോരല്ലെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുകൂടെ. അതെ അതെ, തിരിച്ച് ഒരു സാധാരണക്കാര് ഇത് വലിയ സ്വപ്നങ്ങൾ. അതിന് പുള്ളി ഒരു മിഷണറി ഡ്രീം ഒരു ഇംഗ്ലീഷ് വാക്കുമൊക്കെ പറഞ്ഞു. ഒരു ഡ്രീമിലായി ഇവർ പലരും പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ല, പ്രാക്ടിക്കൽ അല്ല. അല്ല, പ്രത്യേകിച്ച് പണമില്ലാതെ ഒന്നും നടക്കത്തില്ല. അതുപോലെ കഷ്ടപ്പാടുണ്ട്. അന്നത്തെ കാലത്ത് ഇത്രയും റിസപ്റ്റീവ് അല്ലല്ലോ കമ്മ്യൂണിറ്റി. ഒരു സഭക്കാർ, ഒരു ഇൻഡിപെൻഡൻസ് സഭക്കാർ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അവർ1 മാസം സഹായിച്ചു. ഇന്ത്യയിലെ പ്രവർത്തനത്തിന് സഹായിക്കാം, വ്യക്തിപരമായിട്ട് എന്നെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. തുകയൊന്നും പറഞ്ഞില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ആ പാസ്റ്റർ ഒരു പ്ലേ നടത്തിയെന്ന് തോന്നുന്നു. സാധാരണ ഒരു സഭയൊക്കെ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നതല്ലേ? ആ സഭ പൊട്ടിപ്പോയി. അതുകൊണ്ട് ശരി. ആളുകളെല്ലാം, അന്നത്തെ ആളുകളെല്ലാം വേറെ മാറി സഭ തുടങ്ങി. അപ്പം ഞാൻ ചെന്നപ്പോൾ ആ മാറിയ സഭ എന്നെ സ്വീകരിച്ചു. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന അതായിരുന്നു. ആ പ്രതീക്ഷ 0 ആയിപ്പോയി. ഈ സാധാരണഗതിയിൽ അമേരിക്കയിലെ പഠനത്തിന് പോകുന്ന ആളുകൾ ഇന്ത്യയിലേക്കൊക്കെയുള്ള മിഷൻ ചെയ്യാനായിട്ട് മടങ്ങി വരുമ്പോൾ അവർ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയിട്ട് വരുന്ന ഒരു രീതിയുണ്ടല്ലോ. അത് സാധ്യതകളും ഉണ്ട് അങ്ങനത്തെ. ബേച്ചാൻ എന്തുകൊണ്ട് അങ്ങനത്തെ സാധ്യതകളെ ഞാൻ കണ്ടെത്തിയ ആളായി ഈ പറഞ്ഞ 1 മാസം സഹായിച്ചത്. പാസ്റ്റർ KC ജോൺ വളരെ അംബീഷ്യസ് ആണേലും ഒരു ഫണ്ട് റൈസിങ്ങിന് പ്രാക്ടിക്കലായ ഒരു മനുഷ്യനല്ല. അത് ഇന്ന് വരെയുള്ള അനുഭവം കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നി. വലിയ സ്ട്രാറ്റജി ഒക്കെ പറയും, മെഗാ സ്ട്രാറ്റജികൾ, മറ്റുള്ളവർക്ക് മെഗാ ഐഡിയാസ് കൊടുക്കും. സ്വന്തം കാര്യത്തിൽ അത് പലപ്പോഴും പ്രാക്ടിക്കലാക്കാൻ സാധിച്ചിട്ടില്ല. എനിവേ, ഈ സഭയിലേക്ക്, ഇവിടെ ലോക്കൽ സഭയിലേക്ക് തിരിച്ചു വന്നാൽ, ഇവിടെ ഇപ്പം 27 പേര് അല്ലെങ്കിൽ 40 പേരൊക്കെ സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമല്ലോ, പ്രാർത്ഥനയുടെ വിടുതലുകളും ഒക്കെ. അങ്ങനത്തെ 1-2 എക്സ്പീരിയൻസുകൾ ഈ ആദ്യ കാലഘട്ടങ്ങളിൽ സഭയെ ഉറപ്പിച്ചതോ? പ്രാർത്ഥിച്ചപ്പോഴല്ലേ കിട്ടി. അന്ന് രോഗശാന്തി ചെയ്ത സമയം എല്ലാ വിഭാഗക്കാരും വരുന്നുണ്ടല്ലോ. SNDP-ക്കാർ അവരാ കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. വൈദവൈ അന്ന് ഒത്തിരി ക്രിമിനൽസിന് അഭയം കൊടുത്ത് അവരെ സുവിശേഷത്തിന് ഉപയുക്തമാക്കി തീർത്ത ഒരാളാണ് അല്ലേ? അതെ. ഗീതാകൃഷ്ണൻ തൊട്ട് ഇങ്ങനെ എത്രയോ പേരുടെ ഒരു സങ്കേതമായിട്ട് മാറി. ഗീതാകൃഷ്ണൻ ഇവിടുത്തുകാരനാണോ? തലവടി. അതെ, തലവടി. ഗീതാകൃഷ്ണൻ ഉണ്ടായിരുന്നു. റെനി ജോർജ് ഉണ്ടായിരുന്നു. മറ്റേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, സിഗരറ്റ് പോക്കറ്റ് ഇട്ടുണ്ടോന്ന്. ജഗൻ ഉണ്ടായിരുന്നു. ഒരേ ടൈം വീട്ടിൽ. റോയി ഉണ്ടായിരുന്നു. റോയി അക്കപ്പുറം.
ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ബേബിച്ചാൻ അവരെ എങ്ങനെയാണ് അവരെ കൂടെ കൊണ്ടുവരുന്നത്? അപ്പം ആളുകൾ തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ? അതൊക്കെ ചെയ്തു. ആ ഇന്നൊക്കെ ലോകം നടക്കുന്നുണ്ടെങ്കിൽ ഇവർ പറയും ആ KC കൊണ്ടുവരും മാനസാന്തരപ്പെട്ടത്. മനുഷ്യൻ പേടിച്ചു പോകത്തില്ലേ ചാ? ഒന്ന് ആലോചിച്ച് റെനി ജോർജിനെ പോലെ ഒരാളെ കൂടെ കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ധൈര്യം ഭയങ്കരമായിരുന്നല്ലോ. എന്നോട് ഇയാള് PK ചാക്ക പറഞ്ഞു, മോനെ സൂക്ഷിച്ചോണം. ഒരു വാക്യമുണ്ട്, യാതൊരു കൊലപാതകനും ബാബു ക്ഷമിക്കരുതാണ്ട് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. വാക്യം എടുത്ത് എന്നോട് പറഞ്ഞു, നീ ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ചോണം, ഇവരൊക്കെ അത്ര സ്വഭാവക്കാരാ. സാങ്കുട്ടി, അതിലെല്ലാം ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിപ്പിച്ച് ഈ ക്രിമിനൽസിനെ എല്ലാം ഇവിടെ താമസിപ്പിച്ച് ഫുഡും കൊടുത്ത് അന്തി ഉറങ്ങി കാറെ കയറ്റിക്കൊണ്ട് നടക്കുകയാണ്. ഒയ്യോ, ഇന്ന് പോലും അത് ഭാവന ചെയ്യാൻ പറ്റുന്നില്ല. മർത്തമാരി ഒരു അച്ഛനുണ്ട് ഇവിടെ, മേപ്രായിരിക്കുന്ന അച്ഛൻ, കൃപാവരമൊക്കെ ഉള്ളൊരു അച്ഛനാണ്, നമ്മുടെ CM റൈസ് അച്ഛൻ. CM റൈസ് അച്ഛൻ. അച്ഛൻ ഞാൻ ഇവിടെ ഒരു മീറ്റിങ്ങിന് പോയി പ്രസംഗിച്ചു. ഈ സ്ഥലപ്പേര് മറന്നുപോയി. ആറിൻ്റെ തെക്ക് മാവലിക്കര ആറിൻ്റെ സൈഡിൽ ഇവിടുന്ന് പോകുമ്പോഴുള്ള ഒരു സൈഡ്, അവിടെ ഒരു ചർച്ചുണ്ട്. ചർച്ചിൻ്റെ ഇപ്പുറത്തുള്ള ഒരു വീട്ടിലാണ് നടത്തുന്നു. അടുത്ത ദിവസം ഇയാളാണ് പ്രസംഗിക്കുന്നത്, CM റൈസ്. ഞാൻ ചെന്നപ്പോൾ ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടല്ലോ, ക്രിമിനൽസ് ഇല്ല. എപ്പോഴും ക്രിമിനൽസ് എറൗണ്ട് ആയിട്ടുള്ള ഒരു താരപരിവേഷമാണ് അച്ഛനുണ്ട്. അവര് ഉള്ളതുകൊണ്ട് ആളൊത്തിരി കൂടിയായിരുന്നു അന്നേ. ഇവരെ കാണാൻ തന്നെ ഗീതാകൃഷ്ണൻ അറിയാൻ വേണ്ടിയും കാണാൻ വേണ്ടിയും കഥ കേൾക്കാൻ വേണ്ടിയും ഒക്കെ ഒത്തിരി പേര് കൂടി. പിറ്റേ ദിവസം അച്ഛൻ്റെ മീറ്റിംഗ് ആള് കുറഞ്ഞു പോയി. അച്ഛൻ പറഞ്ഞു KC ചെയ്യുന്ന പോലെ ഒരു സർക്കസ് നടക്കുമ്പം അതിനകത്ത് വലിയ കടുവായി കുത്തിനെയെല്ലാം റോഡിൽ കൂടെ നടത്തി ഇങ്ങനെ കൊണ്ട് ആള് കൂട്ടും. എൻ്റെ കൂടെ ആരുമില്ല. അച്ഛൻ കൃപാവരക്കാരനായിട്ട് പോലും. അത് ഇതിനകത്തിൽ ഇടയ്ക്ക് ഈ ഗീതാകൃഷ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് മരുപ്പച്ചലോട്ടാണ് വരുന്നത്. അവചാരിതമായിട്ട് മരുപ്പച്ചലോട്ട് വന്നു. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഇത് എല്ലാം കഴിഞ്ഞ കാലാവധി. ഞാൻ ചോദിച്ചു ആരെങ്കിലും അറിഞ്ഞു? ഇല്ല, ആരും അറിഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഒന്നിരിക്കണ്ട, ഞാൻ മനോരമ വരെ ഒന്ന് പോയിട്ട് വരട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഫോണൊക്കെ സാറിന് അല്ലല്ലോ, മൊബൈലൊന്നുമില്ലല്ലോ. ഞാൻ മനോരമ ചെന്നു, വർഗീസ് സാർ അവിടെ ഇരിക്കുകയാണ്. റീസ ഇങ്ങനെ ഗീതാകൃഷ്ണൻ ജയിൽവാസമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കെന്തെങ്കിലും സ്റ്റോറി ചെയ്യാൻ സാധ്യതയുണ്ടോ? റീസ എടുത്ത ചെയ്യാൻ ഒറ്റ കാര്യം ചെയ്യണം, ഇത് നീ ആരോടും പറയല്ലേ. ഞാൻ പറഞ്ഞു പറയത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ കൊണ്ടുവന്ന് വർഗീസ് മനോരമയിൽ സൺഡേ സപ്ലിമെൻറ്റിൽ ഗീതാകൃഷ്ണൻ്റെ സ്റ്റോറി മുഴുവൻ എഴുതുകയാണ്. ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ക്രിമിനൽസിനെ അത് അങ്ങോട്ട് ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇതല്ലേ. ഈ പ്രൈസ് മാമയും പിള്ളേരും ഒന്നും അതിനോട് എതിരില്ലായിരുന്നോ? അതോ ഇല്ല? എനിക്ക് അമ്മാമയ്ക്ക് നോ എന്ന് പറയാൻ അറിയത്തില്ല ഒന്നും അല്ലേ. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും സപ്പോർട്ടായിരുന്നു. അമ്മാമയ്ക്ക് നോ എന്ന് പറയാനേ അറിയത്തില്ല അല്ലേ. ബേച്ചാനോടുള്ള ആരാധന നിമിത്തം ഒന്നും നോ എന്ന് പറയത്തില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം ഞാൻ വന്നോണ്ട് തന്നെ എൻ്റെ കാറ് കാണുന്നില്ല. റെനി ജോർജും ഈ റോയിയും കൂടെ കാറെടുത്തോണ്ട് പോയി. അനുവാദം ചോദിച്ചൊന്നുമില്ല, താക്കോല് മേടിച്ചിട്ടങ്ങ് പോയി. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇടിച്ചു ആ കാറ്. അപ്പോൾ അവർക്ക് പേടിയായി. ഗേറ്റേല കൊണ്ട് ഇടിച്ച് അവിടെ ചളങ്ങിപ്പോയി മുൻവശം. എന്താ പറയുക, റോയ്ക്ക് അതിനേക്കാൾ പേടിയായി. അവനെ ഓടിച്ചുകൊണ്ടിരുന്നു മറ്റവനാ റെനിയ. ഞാൻ വന്നപ്പം രണ്ടുപേരും കൂടെ എന്നോട് ഇത് പറയുക. ഞാൻ സാരമില്ല, ഇടിച്ച് കഴിഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ അനുവാദമില്ല, ഇതെടുത്ത് തെറ്റായിപ്പോയി, അതാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റ്, ഇടിച്ചതല്ല. ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്നോട് പറയണമായിരുന്നു ഞാൻ വണ്ടി എടുക്കുകയാണ്. തമ്പിച്ചാൻ്റെ അവിടെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ തരുമായിരുന്നു ഇവൻ റെനി പറയുക. തമ്പിച്ചാൻ്റെ അവിടെ ചുമ്മാ അടിച്ചു വിടുക.
അല്ല, അത്രയും ചോരൽ തിളപ്പുള്ള ഒരു കാലഘട്ടമല്ലേ അവരുടെ. അതല്ല, സത്യത്തിൽ ഈ ഇവര് ഒരു കംപ്ലീറ്റ് ഒരു രൂപാന്തരം ഉണ്ടാകുന്നതും ഈ അച്ഛൻ്റെ കൂടെ നടക്കുന്ന കാലഘട്ടത്തിൽ, അല്ലാതെ ഈ ഒരു പിന്നെ അവരെ പറഞ്ഞ് നമ്മുടെ ഓരോ മെസ്സേജും അവരുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഇടപാടും രീതികളും. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഈ രക്ഷിക്കപ്പെട്ടവരെ അല്ല അച്ഛൻ കൂടെ നിർത്തിയത്, മനസ്സിലായി. ആൾക്കാരെ, പാവികളെ തേടിപ്പോയി കൊണ്ടുവന്ന് താമസിപ്പിച്ച് സുവിശേഷം പറഞ്ഞ് കൊണ്ട് നടന്ന് കൺവെൻഷൻ വേദികളിൽ കൊണ്ട് നടന്ന് മാനസാന്തരപ്പെടുത്തി സാക്ഷ്യം പറയിച്ച് പ്രസംഗകരാക്കി ലീഡേഴ്സ് ആക്കുക അല്ലേ. പക്ഷേ ഇന്നിപ്പോൾ നമുക്കത് ഈ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമല്ലേ. ഓതറയാൻ കൺവെൻഷൻ എന്നപ്പോൾ ഇവരെല്ലാം ഉണ്ട് അവിടെ. ഈ ഇഷ്ടികയുടെ ഇങ്ങനെ തൂണ് പോലെ അടുക്കി വച്ചിരിക്കുന്ന, വിൽക്കാനായിട്ട് വെച്ചേക്കുന്ന അവിടുത്തെ 7 പേരും അവിടുത്തെ ഈ മറ്റ് കൽപ്പണിക്കാരും എല്ലാം സംഘടിച്ച് ഇഷ്ടിക മുഴുവൻ എടുത്ത് എറിയാനും വേണ്ടി. കാരണം റെനി ജോർജിനെയൊക്കെ അവർക്ക് റെനി ജോർജിനെ സങ്കല്പിക്കാനൊക്കെ വീട്ടിൽ കയറി ഒരു ഭാര്യയും ഭർത്താവിനെയും കൊന്നയച്ചു വന്നവനെ. അതോ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമാദമായ കേസ്, ഏറ്റവും അധമമായ പ്രവൃത്തിയാണ്. ഇന്ന് പോലും അത് ഒരു വലിയ ക്രൂരകൃത്യമാണ്. പക്ഷെ ഇവർക്ക് പേടിയായി, സംഘാടകർക്ക് പേടിയായി, ഈ റെനി ജോർജിനൊക്കെ തന്നെ ഉള്ളിലൊരു ഭയമായി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത്. നിങ്ങളാരും ഒന്നും പറയണ്ട, ഞാൻ സംസാരിക്കാമെന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഒരു പ്രതിയെ കിട്ടിയിട്ടില്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. ഒരു പ്രതിയെ പിടിച്ചിട്ടില്ല. നമ്മുടെ കരിക്കമില്ല കൊലക്കേസിൽ ഇത്ര ആളുകളെ പിടിച്ചെങ്കിൽ ഒരു പ്രതിയെ പിടിച്ചിട്ടില്ല. പോലീസിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു സസ്പെൻസ് ഉണ്ടാക്കി പ്രസംഗിക്കുക. ഇപ്പം എല്ലാവർക്കും അറിയണം ആരാണെന്ന്. മയക്കുമരുന്നോ? മയക്കുമരുന്നാണ് പ്രതി. അത് ഇവരൊക്കെ നിരപരാധികളാണെന്നുള്ള രീതിയിൽ കൊണ്ട് സ്ഥാപിച്ചു. കല്ലേറ് കൊണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. പ്രസംഗം കേട്ടേച്ച് ഇതിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് പോയി ആളുകൾ. നിങ്ങൾ 90-ൽ കൂട്ടയോട്ടം നടത്തിയ ഞാനുണ്ടെന്ന്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ സുവിശേഷ പോരാട്ടം, അങ്ങനെ പേരിട്ട് തിരുവല്ല കണ്ട ഏറ്റവും ഗംഭീരമായൊരു കൂട്ടയോട്ടം. മുന്നേ നിർത്തി. അങ്ങനെയൊക്കെ അനുകൂലമായിരുന്നു നമുക്ക്. പുള്ളി ഇതുപോലെ വിശാലകൃത തന്നെയായിരുന്നല്ലോ. പുള്ളി ഏത് പാപിയെയും ഉൾക്കൊള്ളുകയും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും സുശേഷം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു. പുള്ളിയോട് ഈ ചാനലിൻ്റെ കാര്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ലീഡേഴ്സിനോട്, അദ്ദേഹത്തോട് പറയണമല്ലോ. അപ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞു, ഇല്ല, ആദ്യം അവിടെ സെക്രട്ടറിയെ വിളിക്കണം, സെക്രട്ടറി വിചാരിച്ചാലേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ, നിങ്ങൾ ഒരിക്കലും നേരിട്ട് വിളിക്കരുത് എല്ലാം പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് അങ്ങേരെ തന്നെ വിളിച്ചു. എൻ്റെ പേര് KC ജോൺ എന്നാ. അപ്പം പുള്ളി ഇങ്ങോട്ട് ചോദിക്കുക, ആരാ ചാനൽ തുടങ്ങുന്ന ആളാണോ? ഇങ്ങോട്ട് വാ നമുക്ക് സംസാരിക്കാം. ഭയങ്കര അപ്രിസിയേഷനായിരുന്നു പുള്ളിക്ക്. ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. പുള്ളി ഒത്തിരി ആഗ്രഹിച്ചതാണ്, മർദ്ദമക്കാരുടെ ഒരു ചാനൽ വേണമെന്ന്. അവരുടെ പൊതുയോഗത്തിലെല്ലാം വിഷയം കൊണ്ടുവന്ന് വെച്ച് തട്ടിക്കളയും. വിശേഷ താല്പര്യമുള്ളവരല്ലല്ലോ കൗൺസിലിനകത്തിരിക്കുന്നത്. അപ്പോൾ എന്നെ വളരെ അഭിനന്ദിച്ചു. കൊണ്ട് പുള്ളിയെ കൊണ്ടാണല്ലോ നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. ആ പുള്ളിയെ ഏറ്റവും നല്ല പ്രോത്സാഹനം തന്ന ഒരാളാണ്. പുള്ളി ഒരിക്കൽ പ്രസംഗത്തിൽ പറഞ്ഞായിരിക്കുമ്പം പറഞ്ഞു, എനിക്ക് പേടിയാ ഈ KC ജോണിൻ്റെ വീട്ടിൽ പോകാൻ. അവിടെ കാണുവരുന്ന നമ്മൾ വർത്തമാനം പറയുന്ന നേരെ ടെലിവിഷനിൽ കൂടെ വെളി വരും, ലോകം മുഴുവൻ വരും. തമാശ ഒത്തിരി പറയുന്ന ആളാണ്. എല്ലാ സുവിശേഷ സംരംഭങ്ങൾക്കും പുള്ളി സഭാവ്യത്യാസം ഇല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും പുള്ളി ഓൺ ചെയ്യുകയും ചെയ്യത്. അതാണ് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഭംഗിവാക്ക് പറയല്ല, നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അവിടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ വരുമ്പം വരുന്നുണ്ട് അവർക്കെല്ലാം. വലിയ മന്ത്രിമാരോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലാ വിരുന്നിനെയും എന്നെ വിളിക്കും. അദ്ദേഹം വിളിക്കാൻ പറയും, KC ജോണിനെ കൊണ്ട് വിളിക്കാൻ പറയും. നല്ല ഓർമ്മയുമായിരുന്നു. പുള്ളി ചരിത്രം നന്നായിട്ട് ഓർക്കുമായിരുന്നു. ഈ മർത്തോമാ സഭയുടെ ലീഡേഴ്സിൽ ഈ ക്രിസോസ്റ്റം കഴിഞ്ഞാൽ മറ്റാരുമായിട്ട് അങ്ങനെ ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്നു? ഉണ്ട്. നമ്മുടെ ഐറേനീസുമായിട്ട്. ഐറേനീസ് അല്ല, വേറൊരാളെല്ലാം മരിച്ചു. നമ്മുടെ ഈശോ മാർത്തിം, അത് പിന്നീട് പറയാമെന്ന് വിചാരിച്ചായിരുന്നു. എന്നാൽ ഇപ്പം സന്ദർഭം ഈശോ മാർത്തിമോത്തിയോസും അച്ഛനുമായിട്ട് ഭയങ്കര സ്നേഹബന്ധമായിരുന്നു, ആത്മീയ ബന്ധമായിരുന്നു. ഞാൻ അവിടെ പവർ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞ മീറ്റിങ്ങിൻ്റെ അതിൽ പ്രസംഗിക്കുക, അഭിഷേകത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച്. ഈശോ മാർത്തിമോത്തിയോസുണ്ട്,
അടുത്ത പ്രസംഗിക്കേണ്ട അദ്ദേഹമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് തന്നെ അദ്ദേഹത്തിന് സമയം എഴുന്നേറ്റ് മുട്ടുകുത്തി എന്നെ വിളിച്ച് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തലയിൽ തിരുമേനിയുടെ തലയെ കൈവച്ച് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കണം. എനിക്കറിയാതെ പബ്ലിക്കിന്റെ മുമ്പിൽ എല്ലാവരും കാണുകയില്ല. അപ്പം എനിക്ക് ഒരു പേടിയുണ്ട്. അതൊക്കെ അവരുടെ കൈവപ്പൊക്കെ അവർക്ക് പ്രധാനപ്പെട്ടതല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ. അല്ല, എനിക്ക് കേട്ടിട്ട് തന്നെ ഞാനത് പുള്ളിയുടെ തോളത്തോട്ട് കൈവച്ചു. പുള്ളി ആ കയ്യെ പിടിച്ച് തലയിലാക്കി. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ 2 ഫോട്ടോയും എടുത്തു. മർത്തോമക്കാർ മുഴുവൻ എതിര് ആളുകൾ, ഇയാളുടെ എതിരുണ്ടായിരുന്നു മർത്തോമായിൽ. അവർ ഇത് അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കും, ഇപ്പോൾ അമേരിക്കയെ വിൽക്കും നമ്മുടെ സഭയെ, അതിനാണ് അവരങ്ങനെ കൈവച്ചെന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ മേളിലത്തെ ബിഷപ്പ് അലക്സാണ്ടർ അദ്ദേഹം വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നെ, തിരുമേനി നമ്മൾ ഒരു തോട്ടിൽ കൂടെ നടന്നു പോവുക, തോട് മുറിച്ച് കടന്നു പോവുക, വെള്ളം ഒഴുക്കുള്ള തോടാണ്. ചില സമയത്ത് നമ്മൾ വലിയ ഒഴുക്ക് വരുന്ന കാല് നിലത്തെ കുത്തത്തില്ലല്ലോ, ഒഴുകിപ്പോകുമല്ലോ ഒഴുക്കിന്. അതുപോലെ അവിടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു. ഒഴുക്കത്ത് ഞാൻ ഒഴുകിപ്പോയതാ. നേര് പറഞ്ഞ് എനിക്കിത് മനസ്സിലായി തിരുമേനി. ഇത് എന്നോട് ഈശോമടത്വത്തിന് പറഞ്ഞത്. അലക്സാണ്ടർ മർത്തോമാ മെത്രാപ്പോലീത്തായും വീണ്ടും ജനനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടാവും. സുവിശേഷ സ്നേഹിയായിരുന്നു. ഈ പൗർവാഞ്ചലിസമായിട്ട് ബന്ധപ്പെട്ട് ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഞാൻ ശാരോൻ തോമാച്ചാൻ്റെ അവിടെ ചെന്നുണ്ടേ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ പൗർവാഞ്ചലിസക്കാർക്ക് സഭാഗോള് ശാരോൻ ഓഡിറ്റോറിയം വിട്ടു തരാമോ എന്ന് ചോദിച്ച് ചെന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അപ്പച്ചനെന്ന് പറഞ്ഞു. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് അന്യഭാഷ പറയുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അപ്പോൾ ഈ അന്യഭാഷ പറഞ്ഞ് പാടുന്നതൊന്നും മറ്റാൾക്കാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പെന്തിക്കോസ് ഹോളിലാണ് പ്രശ്നം ഇല്ലല്ലോ എന്ന് വിചാരിച്ചാൽ വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭകളിൽ ഇപ്പോൾ ഇതൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വന്ന് ആരാധിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പൗർവാഞ്ചലിസത്തിൻ്റെ മീറ്റിങ്ങുകൾ ശാരോൻ ഓഡിറ്റോറിയത്തിലോട്ട് ആക്കി. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.